നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. നമുക്കറിയാം, ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിരവധി അഴിമതി കേസുകളാണ് ഇപ്പോൾ ഇസ്രയേലിനകത്ത് തന്നെ നിലനിൽക്കുന്നത്. 2019 മുതൽ 3 അഴിമതി കേസുകളാണ് നെതന്യാഹുവിനെതിരെ നിലനിൽക്കുന്നത്. ഇപ്പോൾ വർഷങ്ങളായി തുടരുന്ന ഇത്തരം അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ ഇസ്രയേലി പ്രസിഡന്റിന് നേരിട്ട് ക്ഷമാപണത്തിനുള്ള ഒരു അപേക്ഷയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. 111 പേജുള്ള ഔദ്യോഗികമായിട്ടുള്ള ഈ ഒരു അപേക്ഷ അത് ഇസ്രയേലി പ്രസിഡന്റായിട്ടുള്ള ഐസക് ഹോർസോഗിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് നെതന്യാഹുവിനെതിരെയുള്ള ട്രയൽ അത് നിർത്തിവെക്കണം, എല്ലാ കേസുകളും അവസാനിപ്പിക്കണമെന്നുമാണ് ഈ ഒരു അപേക്ഷയിൽ പറയുന്നത്. എന്നാൽ ഇസ്രയേലിൽ ഒരു കേസ് തീരുന്നതിന് മുമ്പ് ക്ഷമാപണം നടത്തുന്നത് അപൂർവമാണ്. സാധാരണയായിട്ട് ഇങ്ങനൊരു ക്ഷമാപണം അത് സ്വീകരിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഇസ്രയേലി പ്രസിഡന്റിന് ഇത്തരം കേസുകൾ അവ ഒഴിവാക്കി ക്ഷമാപണം നൽകാനായിട്ടുള്ള അധികാരമുണ്ട്. എന്നാൽ അങ്ങനെ കേസിൽ നിന്ന് ഒഴിവാക്കി വിടുന്നത് അത് അപൂർവത്തിൽ അപൂർവമാണ്. 1986 സമാനമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്ന് സുരക്ഷാ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവർ കുറ്റം സമ്മതിച്ചതിന് ശേഷമാണ് ഇത്തരം ക്ഷമാപണം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നെതന്യാഹു കുറ്റം സമ്മതിച്ചിട്ടില്ല. നെതന്യാഹുവിൻ്റെ തന്നെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നത് ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. അതായത് അദ്ദേഹം കുറ്റം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഇസ്രയേലിൻ്റെ പ്രതിപക്ഷം ഇത്തരമൊരു നീക്കത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. കുറ്റം പോലും സമ്മതിക്കാത്ത ഒരാളെ ക്ഷമ നൽകി വിടുക എന്നുള്ളത് ഇസ്രയേലി നിയമങ്ങൾക്കെതിരാണ് എന്നാണ് അവിടെയുള്ള ഇസ്രയേലിലെ പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾ, ഇസ്രയേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങുന്നുണ്ട്. അവർ പ്രസിഡന്റിന്റെ വസതിക്ക് മുന്നിൽ വാഴപ്പഴങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത് ഈ ഒരു രാജ്യത്തെ ഒരു ബനാന റിപ്പബ്ലിക് ആക്കരുത് എന്നാണ് അവർ പ്രതിഷേധ സൂചകമായി മുദ്രാവാക്യം വിളിക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് പേപ്പറുകളിലെങ്കിലും എതിരാളികളുമായി ഇസ്രയേൽ സീസ് ഫയറിലാണുള്ളത്. അതിനാൽ തന്നെ ഇപ്പോൾ ശ്രദ്ധ മുഴുവനും ബെഞ്ചമിൻ നെതന്യാഹുവിലേക്കും അദ്ദേഹം നടത്തിയ അഴിമതികളിലേക്കും ഇപ്പോൾ തിരിയുന്നുണ്ട്. നേരത്തെ യുദ്ധമാണ് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് നടപടികൾ നീട്ടിവെക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇനി അങ്ങനെ കഴിയില്ല എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരമൊരു നീക്കം നടത്താനായിട്ടുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇസ്രയേലി പ്രസിഡന്റ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമെന്ന്. അതിന് കാരണം ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നുള്ളതാണ്. നിയമപരമായി തന്നെ ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. രണ്ടാമത്തത്, ജനങ്ങൾ ഉയർത്തുന്ന ഒരു പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ വൻ പ്രതിഷേധമാണ് ഇസ്രയേലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇസ്രയേലി പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അഴിമതികളും മറ്റ് കേസുകളും എല്ലാം തന്നെ ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനം ഇസ്രയേലി പ്രസിഡന്റ് എടുക്കുമെന്നുള്ളത്. അതിനിടെ IAEA, അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളാണ് അവരുന്നയിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അവരൊരാവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇറാൻ്റെ ആണവ സൈറ്റുകൾ പരിശോധിക്കണം എന്നുള്ളൊരാവശ്യവുമായിട്ടാണ് IREA മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇറാൻ ഇത്തരം ആവശ്യങ്ങളെല്ലാം മുമ്പും നിരസിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിരസിക്കുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഇറാൻ ഒരു കാരണവും പറയുന്നുണ്ട്. ഇറാൻ ഇവിടെ പറയുന്നത് ഇറാൻ്റെ സൈറ്റുകൾ അൺസേഫ് ആണ് എന്നാണ് ഇറാൻ പറയുന്നത്. റേഡിയേഷൻ ലീക്ക് ഉണ്ടാകാം, അതിനാൽ തന്നെ IREAയുടെ പ്രവേശനം അത് ഞങ്ങൾ നിരസിക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്നത് IREA മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇറാൻ ഇവിടെ ഒരു കാരണം, അത്തരമൊരു കാരണം മാത്രം പറഞ്ഞു പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത് അവരുടെ ഉള്ളിൽ നടക്കുന്ന, അവരുടെ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അത് പുറം ലോകം അറിയരുത്, സ്പെഷ്യലി അമേരിക്ക. അതിനാൽ തന്നെ IAEAയോ അല്ലെങ്കിൽ അമേരിക്കയോ എത്ര കണ്ട് സമ്മർദ്ദം ചെലുത്തിയാലും ഇറാൻ വഴങ്ങാനായിട്ടുള്ള സാധ്യത അത് വളരെ കുറവാണ്. അൽ ജസീറയാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.